കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 യോഹന്നാൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു എന്ന് നാം വചനത്തിൽ കാണുന്നു. പ്രിയ ദൈവമക്കളെ, നാം കർത്താവിനെ എങ്ങനെയാണ് അറിയുന്നത്? അപ്പോൾ നാം കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് വിധത്തിലാണ് എന്ന് നാം നമ്മെ തന്നെ അറിയണം. അപ്പോൾ ഒരു വ്യക്തിപരമായ ദൈവത്തോടു കൂടെ ഉള്ള ഒരു വ്യക്തിപരമായ ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു അറിവ് നമുക്കുണ്ട്. ഇന്ന് സഭയിൽ നാം അനേകരെ നോക്കുമ്പോഴും അവർ പാട്ടിൽ കൂടെ അല്ലെങ്കിൽ പ്രസംഗത്തിൽ കൂടെ അല്ലെങ്കിൽ ദൈവവചനത്തിൽ കൂടെ യേശുക്രിസ്തു കർത്താവാണ് എന്ന് അറിയുന്നു. അപ്പോൾ ഒരു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നു, പക്ഷെ ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ കർത്താവിനെ അടുത്തറിഞ്ഞുള്ള ഒരു സ്വഭാവം ഉണ്ടോ എന്ന് നാം നോക്കിയാൽ അനേകർക്കും അതില്ല. അപ്പോൾ എങ്ങനെയാണ് നാം കർത്താവിനെ അടുത്തറിയുന്നതെന്ന് പറയുമ്പോൾ അത് പറയാണ്, കർത്താവിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നാം കർത്താവിനെ അടുത്തറിയുന്നു എന്ന്. അപ്പോൾ എങ്ങനെ കൽപ്പനകളെ നാം അനുസരിക്കുമ്പോൾ അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് അത് വെളിപ്പെടുത്തുന്നത്. കഷ്ടതയിലും നഷ്ടത്തിലും അല്ലെങ്കിൽ കണ്ണുനീരിലും ഇരിക്കുമ്പോഴാണ് അധികമായിട്ടും നാം യഹോവയെ അടുത്തറിയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ദാരിദ്ര്യം അല്ലെങ്കിൽ കഷ്ടത വരുമ്പോൾ പണാർത്തി തന്നെ വരുമെന്ന് പറയും. അതേപോലെ തന്നെ ഒരു കഷ്ടതകൾ വരുമ്പോൾ ദൈവസന്നിധിയെ വിട്ടിട്ട് വേറെ അന്യദേവന്മാരെ അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നാം കൽപ്പനകളെ അനുസരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയ ദൈവമക്കളെ, നാം അടുത്തറിയുന്നു എങ്കിൽ നിർബന്ധമായിട്ടും അത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ പോലെ നമ്മോട് കൂടെ ഇരുന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവത്തെ നമുക്ക് അടുത്തറിവാൻ സാധിക്കും. എൻ്റെ കഷ്ട ദിവസങ്ങൾ പലപ്പോഴും അത് എനിക്ക് അനുഭവിച്ചറിവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, നാം കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് അവൻ്റെ വഴിയിൽ നടക്കുമ്പോൾ നാം കർത്താവിനെ അടുത്തറിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിത യാത്രയിൽ കർത്താവെ, ഞങ്ങൾ വെറും പാട്ടിൽ കൂടെയോ വായനയിൽ കൂടെയോ പ്രസംഗത്തിൽ കൂടെയോ മാത്രം കർത്താവ് ഒരു യേശു ഉണ്ടെന്നും പിന്നെ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനെന്ന് മാത്രം ഞാൻ വിശ്വസിച്ച് മുമ്പോട്ട് പോകാതെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എപ്പോഴും കർത്താവിനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയുടെ രാജ്യത്തിൽ വരുവാൻ അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കർത്താവെ ചേർന്നിരുന്നു കൊണ്ട് അങ്ങയുടെ രാജ്യത്തിൽ വരുവാൻ ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ കണ്ണുനീരോട് വേദനയോട് ഇരിക്കുന്ന ഓരോരുത്തോടും അപ്പൻ കർത്താവ് കൂടെ ഇരിക്കുന്ന ദൈവമെന്ന് കർത്താവ് മനസ്സിലാക്കുവാൻ അവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.